ഹലോ മൈ ഡിയർ മാസ്റ്റേഴ്സ്. ഇന്ന് ഞങ്ങൾ എല്ലാവരും ഒരു ദിവ്യാത്മസ്വരൂപരുടെ അടുത്താണ് എത്തിപ്പെട്ടിട്ടുള്ളത്. ഞങ്ങളുടെ പുണ്യം. അപ്പൊ ഇന്ന് നമ്മള് സ്വാമിജിയുടെ ദിവ്യ സന്ദേശം കേൾക്കാം. സംക്രാന്തി ദിവ്യ സന്ദേശം. മാതാവും പിതാവുമാണ് നമുക്ക് ജന്മം നൽകിയതെങ്കിൽ അവിടെ ഉള്ളിലുള്ള ആത്മാവും നമ്മുടെ ആത്മാവും ഒന്ന് തന്നെയല്ലേ? എന്തുകൊണ്ട് ആ ആത്മാവിനെ നിഷേധിക്കുന്നു? ആദ്യം നിങ്ങൾ ആധ്യാത്മികത്തിലോ ഭൗതികത്തിലോ എന്തോ നിങ്ങളുടെ മാതാവിനെയും പിതാവിനെയും ആദരിക്കും, അവർക്ക് സംരക്ഷണം കൊടുക്കും. അവരാണ് ഇപ്പോ നമ്മുടെ ദൈവം, ആരാധിക്കപ്പെടുന്ന ആരാധ്യശക്തി അല്ലേ? ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചിരിക്കുന്ന ശക്തിയുടെ പ്രതീകമല്ലേ നമ്മുടെ അമ്മ, അച്ഛൻ? അതിനെ ആദരിക്കാത്തവരെന്തിനാണ് ഈ ഭൂമിയിൽ? ഭൂമിക്ക് വെറും ഭാരം. അവരെ സംരക്ഷിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവരെ ആദരിക്കുകയും അവരുടെ സന്ദേശങ്ങൾ കേട്ട് ജീവിക്കുകയും ചെയ്യണം. ഒരുപക്ഷെ അവർക്ക് വിവരം ഉണ്ടാവില്ല, വേണ്ട. ആ വിവരമില്ലാത്തവർക്കാണല്ലോ നിങ്ങൾക്ക് ജന്മം നൽകിയത്. അവർ ഏറ്റവും ഉന്നതന്മാർ തന്നെയല്ലേ? ഞാൻ അങ്ങനെ കാണുന്നു. ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് മാതാപിതാക്കളെ അംഗീകരിക്കാതെ സ്നേഹിക്കാതെ അവരെ സംരക്ഷിക്കാതെ അമ്പലങ്ങൾ കയറി ഇറങ്ങിയിട്ടോ ധ്യാനം ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല. അങ്ങനെ ഈ കാണുന്ന സർവ്വചരാചരങ്ങളോടും സ്നേഹം പുലർത്തണം മനുഷ്യൻ. മനുഷ്യനാണെങ്കിൽ മനുഷ്യനായിട്ടില്ല, മനുഷ്യനാവണം. അതിനൊരു സിദ്ധം പറഞ്ഞിരിക്കുന്നത് പുല്ലായി പൂടായി പുഴുവായി മരമാകി പൽവിരവുമായി പറവയായി പാമ്പാകി കല്ലായി മനിതരായി പേയായി കണങ്ങളായി വല്ല അസുരകളായി മുനിവറുകളായി ദേവറുകളായി വല്ലാനിന്റെ ജാവര ജംഗമത്തുൾ എല്ലാം പിറമ്പും പിറന്നിലെത്തി. ഞാൻ എല്ലാം പിറന്നു വന്നു പ്രഭു, ഇനി ഞാൻ എങ്ങനെയാണ് ജനിക്കുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇത്രയും കാര്യങ്ങൾ കടന്നു വരുമ്പോഴാണ് ശ്രേഷ്ഠനായ ഒരു മനുഷ്യജന്മം കിട്ടിയത്. ഇപ്പൊ ശ്രേഷ്ഠമായ മനുഷ്യജന്മമല്ല അത്. മാതാപിതാക്കളെ സ്നേഹിക്കാത്തവർക്ക് ശ്രേഷ്ഠത ഇല്ലല്ലോ. അപ്പോ ആ ശ്രേഷ്ഠത വന്നാലാണ് ഒരു മാനവനാകുക. മൃഗമനുഷ്യൻ, രാക്ഷസ മനുഷ്യൻ, അസുര മനുഷ്യൻ, ദേവമനുഷ്യൻ, ദൈവിക മനുഷ്യൻ. ഇപ്പോഴൊക്കെ എന്ത് മനുഷ്യനാണ് പറയാം? ഇവരെ കൊണ്ടുവരുന്നത് നാട്ടിന്റെ ഉപകാരം ചോദിക്കണേ. എന്റെ കാഴ്ചപ്പാടുണ്ടോ? അല്ല, ഓരോ സ്കൂളിലും ആദ്യം കുഞ്ഞുമക്കൾക്ക് ഇതല്ലേ, ഈ വിദ്യയല്ലേ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? അതാണ് പഠിപ്പിക്കേണ്ടത്. അപ്പൊ അതാണ് മാതാവിനെയും പിതാവിനെയും പഠിപ്പിക്കാത്ത മനുഷ്യന്മാരോ അച്ഛനോ അമ്മയോ ഉണ്ടെങ്കിൽ അത് ബോഷ്ക്ക് അല്ലേ? എന്റെ കാഴ്ചപ്പാടതാണ്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ ജീവജാലങ്ങളും മാതാവും പിതാവും ഉൾപ്പെട്ടതാണ്. നമ്മൾ അവരിനൊക്കെ ആദരിക്കണ്ടേ, ബഹുമാനിക്കണ്ടേ? ചെടികളോടും പൊടികളോടും ഭൂമിയോടും ആകാശത്തോടും അന്തരീക്ഷത്തോടും ജലത്തിനോടും ആദരിക്കണ്ടേ? എന്തുകൊണ്ട് ആദരിക്കുന്നില്ല? വേദങ്ങൾ മുഴുവനും പറയുന്നത്, വൈദിക സമ്പ്രദായം മുഴുവനും പറയുന്നത് ഇതിലുള്ള എല്ലാ ശക്തികളുമാണ് ദേവതകൾ. ഭൂമി ഒരു ദേവത, ആകാശം ഒരു ദേവത, ജലം ഒരു ദേവത, അഗ്നി ഒരു ദേവത. ഇനിയെന്താ? അതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. പഞ്ചഭൂതങ്ങളിനെ അറിയാത്ത മൂഢനാണ്. തന്റെ ഭൂതങ്ങൾക്ക് പല കുറവുകൾ വരുമ്പോഴാണ് അസുഖങ്ങൾ ഉണ്ടാകുന്നത്. അതിന് നമ്മൾ നികത്തണമെങ്കിൽ അതിനുള്ള ജീവിത രീതി കൈപ്പറ്റണം. പ്രകൃതിപരമായി ജീവിക്കണം. ജന്മം തന്ന മാതാപിതാക്കളെ അറിയാത്തവർക്ക് പ്രകൃതിയെ എങ്ങനെ അറിയാൻ പറ്റും? പ്രകൃതി അറിയില്ല, പ്രകൃതി ഇവരെ അനുകൂലിക്കൂല. പോലെ ഒരിക്കലും പ്രകൃതിയുടെ അനുഗ്രഹം ഉണ്ടാവില്ല മാതാപിതാക്കളുടെ അനുഗ്രഹം ഇല്ലാത്തവർക്ക്. അപ്പൊ ആദ്യത്തെ പഠിപ്പ് അത് തന്നെയാണ്. ജന്മം തന്ന മാതാവിനെയും പിതാവിനെയും ആദരിക്കാൻ പഠിപ്പിക്കുക. മുലപ്പാല് കഴിച്ചത് മറന്നോ ചോദിക്കട്ടെ? അതിരിക്കും വെച്ച് വേറെ എന്താണ് അവർ ആരാധിക്കേണ്ട ശക്തി? എന്റെ കാഴ്ചപ്പാടതാണ്. അതാണ് ആ സിദ്ധം എന്ന് പറഞ്ഞത്. എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. മകനെ, നിന്റെ അച്ഛനും അമ്മ എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ടല്ലോ, എനിക്ക് കാണാൻ പറ്റുന്നില്ലയോ? ഇന്നും എന്റെ ബോധമണ്ഡലത്തിൽ ഇന്നും അത് കിടക്കുകയാണ്. ആ മാതാവിനെ നീ ഭജിക്കുക. അതിനൊരു വിദ്യയും പറഞ്ഞു തന്നിട്ടാണ് പോയത്. ഞാൻ അതിലൂടെയാണ് വളർന്നത്. ആധ്യാത്മികത്തിൽ വരാൻ കാരണം ഒരൊറ്റ വാക്കാണ്. അപ്പോ ഈ ആദരവ് പഠിപ്പിക്കണില്ല കുഞ്ഞുങ്ങളെ. അമേരിക്കയിലും അവിടെ ഇവിടെ താമസിച്ചിട്ട് ഇവിടെ കേരളത്തിൽ താമസിക്കുന്നവരൊന്നും കുട്ടികൾ ഇംഗ്ലീഷേ അറിയുള്ളൂ പറയാം. എന്താ പറയാ? എത്രയോ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് കുട്ടികൾക്ക് ഭാഷ അറിയില്ല. അമ്മയൊക്കെ ചത്തുപോയോ ചോദിച്ചു ഞാൻ. അല്ല, അമ്മയുണ്ടെങ്കിൽ പാല് കുടിച്ച കുട്ടിയാണെങ്കിൽ ഭാഷ പറയും. മര്യാദയ്ക്ക് പോയി പഠിച്ചോളെ.
മാതൃഭാഷ. പിന്നെ മാതൃഭാഷ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇംഗ്ലീഷോ ഹിന്ദിയോ എന്തോ പഠിക്കും. മാതൃഭാഷ, അമ്മയുടെ ഭാഷ ഇല്ലാത്തവൻ അടുത്താളിനെ സ്നേഹിക്കില്ല, ജീവികളോട് കരുണ കാണിക്കില്ല, ദുഷ്ടകർമ്മങ്ങളെ ചെയ്യുള്ളൂ. ഇല്ലേ? പെറ്റ തായിന്റെ പാല് കുടിച്ചവൻ ആ പെറ്റ തായിന്റെ ഗുണമുണ്ടാകും. ആലോചിച്ച് നോക്കി. ഇതൊക്കെ പഠിക്കേണ്ടത് എന്താ ആധ്യാത്മിക പഠിക്കുന്നത്? ഇത് നമ്മുടെ ജീവിതത്തിന് കുറിക്കണം. അപ്പോ പെറ്റ അമ്മയിൽ നിന്നിട്ടാണ് ശബ്ദം ശപിക്കുന്നത്, ഇല്ലേ? ഇനി എന്താ അതിൽ പരം? വേദത്തിൽ കുട്ടി ജനിച്ചുടനെ ചെവിയിൽ എന്താ ഓതാൻ പറഞ്ഞറിയോ? നീ വേദമാകുന്നു, നീ വേദമാകുന്നു, നീ വേദമാകുന്നു. വേദം പറഞ്ഞ ജ്ഞാനം. ഇതാണ് പഠിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഋഷിമൂല്യങ്ങൾ. ആരാ ചെയ്യുന്നത്? ഒരു കുട്ടികളുടെ ജന്മനക്ഷത്രത്തിന് ചെയ്യുന്ന കോലം എന്താണ്? ദ്രോഹം ആ കുട്ടിനെയും വഞ്ചിച്ചോ, സമൂഹത്തിനെയും വഞ്ചിച്ചോ, നാട്ടിനെയും വഞ്ചിച്ചോ. ഇവർക്ക് പ്രകൃതിയുടെ കടാക്ഷം കിട്ടുമോ? കുഞ്ഞിന്റെ ജന്മം ആഘോഷിക്കാന് മറ്റുള്ള ജീവികളുടെ മരണം അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശ്മശാന ഭൂമിയിൽ ശ്മശാനമല്ലേ ഇടുള്ളൂ. അപ്പൊ ഇവരൊക്കെ ശ്മശാനങ്ങളാണ്. അപ്പൊ ചത്തപണത്തിന്റെ അതിലിടും. എന്താ ചെയ്യാ? നടക്കും. അവിടെയൊക്കെ പ്രകൃതിയുടെ ആശീർവാദമല്ല, പ്രകൃതിക്ക് മറ്റു ജീവികളെ കൊന്നതിന്റെ ആർത്തനാദങ്ങളാണ് പറഞ്ഞയച്ചിട്ടാണ് ഈ കുട്ടിയുടെ സെലിബ്രേറ്റ് ചെയ്യണത് പിറന്നാളെ. അതെ അതെ. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ? അയ്യോ, ഇത് ഞങ്ങളുടെ സൗഭാഗ്യം. ജീവിതത്തിനെ കുറിച്ച് പറയാനേ എനിക്കറിയുള്ളൂ. ഈ ജീവിതശാസ്ത്രമാണ് സ്വാമിജി എല്ലാവർക്കും അറിഞ്ഞിട്ടും അറിയാതെ പോകുന്നത്. അല്ലെങ്കിൽ ഒരാളും പഠിപ്പിക്കുന്നുമില്ല, പറഞ്ഞു കൊടുക്കുന്നുമില്ല. അപ്പൊ കുട്ടികളെ കൊണ്ടുപോയിട്ട് ആയിമാരുടെ കൊണ്ട് കൊടുക്കും. എന്നിട്ട് അവരുടെ വിദ്യയാണ്. അമ്മ മറന്നു, അച്ഛനും മറന്നു. ഈ കുട്ടി ഒരു ബൊമ്മ പോലെ വളരുക. കഷ്ടം. നമ്മുടെ നാട്ടിൽ പരാജയം പറഞ്ഞാൽ വളരെ ദുഃഖിക്കും. എനിക്കതൊന്നും സഹിക്കില്ല. എന്റെ സ്വഭാവം നമ്മളെ കരുണ കൊണ്ട് ജീവിക്കണ്ടേ? നമ്മുടെ കരുണ ചെടികളോടും കൊടികളോടും ഭൂമിയോടും ഒക്കെ കാണിക്കണ്ടേ? ഉണ്ടോ? ഇല്ല. അവനാന്റെ കുട്ടി പേരക്കുട്ടി അതുവരെ ഇല്ല അവരുടെ കരുണ. പക്ഷെ അല്ല, സകല ജീവരാശികളോടും കാരുണ്യമാണ് യഥാർത്ഥ മാതൃത്വം. അമ്മയെ അറിഞ്ഞവൻ അങ്ങനെ പറ്റൂ. പിന്നെന്താ? ഇന്ന് സുഭിക്ഷായി സ്വാമിജി. ഇന്നത്തെ സംക്രാന്തി സുഭിക്ഷായി. ഞാൻ എന്തൊക്കെയോ പറഞ്ഞോ. ഇതാണ് ഇന്നൊരു ഓർമ്മപ്പെടുത്തലായി സ്വാമിജിയിലൂടെ. എനിക്കങ്ങനെ പ്രഭാഷണം ചെയ്യാനൊന്നും അറിയില്ല. ജനങ്ങളെ കാണുമ്പോ അവിടെ ഉള്ളിൽ കിടക്കുന്നതിനൊക്കെ എടുത്ത് ഞാൻ അവിടെ പറഞ്ഞു കൊടുക്കും. അത്ര തന്നെ. ഉള്ളിൽ കിടക്കുന്ന എനിക്കറിയാം. അപ്പൊ അതാണ് ഞാൻ എന്റെ പ്രഭാഷണം. അല്ലാണ്ട് പ്രഭാഷണം ചെയ്യാൻ പഠിച്ചിട്ടുമില്ല, എനിക്കറിയില്ല. പിന്നെ തമിഴാണ് കൂടുതൽ ഞാൻ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ വേദം ഋഗ്വേദം. ഒരുപാട് സ്വാമിജി. മാതാപിതാക്കളെ സേവിക്കാനായിട്ട് ഇനിയുള്ള കാലത്ത് അവിടെ ഭർത്താവിന്റെ മാതാപിതാക്കളില്ല, എന്റെ മാതാപിതാക്കൾക്ക് വയസ്സായി. അപ്പൊ അത് ആ ഒരു ശരിയായ മാർഗത്തിലാണ് ഞാൻ ഉള്ളത്. ഇനിയും ഒരു ആനന്ദമുണ്ട് എനിക്കിപ്പോ. അതിന്റെ വേണ്ടത് ആധ്യാത്മ്യം പറഞ്ഞാൽ വെറുതെ ആൾക്കാരെ പ്രഭാഷണം ചെയ്തുകൊണ്ട് സമയങ്ങളെയാണ്. ആധ്യാത്മ്യം പ്രഭാഷണം ചെയ്യല്ല. നമ്മൾ ഉള്ളോട്ടേക്ക് തിരിഞ്ഞു നോക്കി നമ്മളെ കുറിച്ച് തിരിച്ചറിയുമ്പോൾ പ്രപഞ്ചത്തിനെ കുറിച്ചും തിരിച്ചറിയും. ആ ജ്ഞാനത്തിലൂടെ വളരണ്ടേ? വേണോ? വേണ്ട. ഇതാണ് ആധ്യാത്മികം പറയുന്നത്. കണ്ണുമൂടി ഇരുന്നുകൊണ്ടൊന്നും ആധ്യാത്മ്യം കിട്ടില്ല. തിരിച്ചറിവും ജ്ഞാനവും വരണ്ടേ? അതാണ് ഞാൻ ആ ഈശാവാസത്തിന്റെ ശ്ലോകം പറഞ്ഞത്. ഏവം തൊയ് നാനിതേ ദോസ്തി ഇന്ന കർമ്മലിപ്പിൽ. ഏവം തൊയ് നിന്നിലാണെന്ന് അറിഞ്ഞുകൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ കർമ്മം നമ്മളെ വിട്ടില്ല. അത് ചെയ്യേണ്ടത് ചെയ്തവർക്കാണ് ഈ ധ്യാനമൊക്കെ അനുഗ്രഹിക്കൂ. അല്ലെങ്കിൽ ധ്യാനം അവർക്ക് സംഭവിക്കുകയില്ല. താങ്ക് യു സ്വാമിജി.